ഗ്രേസ് ടൈമിന്റെ ക്വിക്ക് റെസിപ്പിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം സ്പെഷ്യൽ ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ 2 പിടി ഉലുവയും അതുപോലെ 1 ഗ്ലാസ് പച്ചരിയും വെള്ളത്തിലിട്ടിട്ടാണ് ഇന്ന് ഞാൻ ജോലിക്ക് പോയത്. തിരിച്ചു വന്ന് നേരെ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ റെസിപ്പി തയ്യാറാക്കുകയാണ്. നമ്മുടെ ഈ ജീവിതത്തിന്റെ ഇടയ്ക്കുള്ള നെട്ടോട്ടത്തിനിടയ്ക്ക് ആരോഗ്യവും വല്ലപ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം അല്ലെ. കുട്ടികൾ പോലും കൊതിയോടെ കഴിക്കുന്ന റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ചെയ്യണം, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഉലുവ കുതിർത്തി വെച്ച വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാനിത് കുക്കറിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 3 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടും. അങ്ങനെ ഒരു 3 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ചുവട് കെട്ടിയുള്ള മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉലുവയും അതുപോലെ തന്നെ പച്ചരിയുടെ അളവും നമ്മുടെ വീട്ടിൽ എത്ര പേരാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇതൊരു 3 ദിവസം, ഒരു ദിവസം 3 ദിവസം 5 ദിവസം 7 ദിവസം അങ്ങനെയൊക്കെയാണ് കണക്ക്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കുവാണെങ്കിൽ കർക്കിടകം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 3 ദിവസം കഴിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇത് തയ്യാറാക്കി കഴിക്കാൻ മറക്കല്ലേ. നമുക്ക് എന്താ പറയാ, ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ബാക്കിയെല്ലാം ഉള്ളൂ. അങ്ങനെ ഞാൻ അതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഉരുക്കി അരിച്ച് ഒഴിച്ചതാണ്. ഇനി അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളകി വരുന്ന സമയത്തേക്ക് ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അങ്ങനെ കട്ടിയുള്ള തേങ്ങാപ്പാലും ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യിൽ ഉള്ളി താളിച്ച് ചേർക്കാം. അതുപോലെ തന്നെ ചുക്കും ജീരകവും പൊടിച്ച് ചേർക്കാം. അങ്ങനെ എങ്ങനെ ചേർത്ത് കഴിച്ചാലും ഇതിന് വ്യത്യസ്തമായ സ്വാദ് കൂടും എന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമുക്കൊരു പായസത്തിന്റെ അതേ ടേസ്റ്റിൽ ഇത് കുടിക്കാനായിട്ട് പറ്റും. ഉലുവയുടെ ഒരുപാട് കയ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാ ഗുണങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. എന്തായാലും ഈ കർക്കിടകത്തിൽ നിങ്ങളിത് ചെയ്തു നോക്കാൻ മറക്കരുത്. അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.